ശബരിമല ദ്വാരപാലക സ്വർണ്ണപാളിയുടെ അറ്റകുറ്റപ്പണിയിൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുനഃപരിശോധനാ ഹർജി നൽകും. ഹർജി അംഗീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ബോർഡിന്റെ തീരുമാനം. അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിൽ കൊണ്ടുപോയ സ്വർണ്ണപ്പാളി അടിയന്തരമായി തിരിച്ചെത്തിക്കണം എന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബോർഡിന്റെ ഒരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാട് കോടതിക്ക് മുന്നിൽ ഫലം കാണുന്നില്ല. ദേവസ്വം ബെഞ്ച് വളരെ കർശനമായ ഭാഷയിൽ ഓരോ ചോദ്യങ്ങൾ തന്നെ ഉന്നയിക്കുകയും ചെയ്തു. ഇനി അടുത്ത ഒരു നീക്കം എന്താണ്? പുനഃപരിശോധനാ ഹർജി മേൽക്കോടതിയിൽ ഉൾപ്പെടെ പോകാനുള്ള ഒരു ആലോചനയിലേക്കാണോ ഇപ്പോൾ ബോർഡ് പോകുന്നതും അഭിഭാഷകരും ചിന്തിക്കുന്നത്? പ്രശാന്ത്, ഈ സ്വർണ്ണപ്പാളി ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി ഇതിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടിയാണ് ദേവസ്വം ബോർഡ് ചെന്നൈയിലേക്ക് അയച്ചത്. അതായത് ഇത് സ്പോൺസർ ചെയ്ത്, അതായത് നിർമ്മിച്ച് നൽകിയ കമ്പനി തന്നെയാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണിയും ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് അയച്ചത്. അപ്പോൾ അത് ഹൈക്കോടതി അറിഞ്ഞില്ല, കോടതി ദേവസ്വം ബെഞ്ച് അറിഞ്ഞില്ല എന്ന വിമർശനമാണ് വലിയ രീതിയിൽ ഇന്ന് ഉന്നയിക്കപ്പെട്ടത്. ഇതിനെതിരെയാണ്, അതായത് ഇത് തിരിച്ചു കൊണ്ടുവരണം തുടങ്ങിയ കോടതിയുടെ നിർദ്ദേശങ്ങൾ, ഇതിനെതിരെയാണ് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ തീരുമാനത്തിനെതിരെ റിവ്യൂ ഹർജി, പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതിയിൽ നാളെ സമർപ്പിക്കും. ഇനി കോടതി അത് അംഗീകരിച്ചില്ലെങ്കിൽ അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ബോർഡ് കോടതി പറഞ്ഞ നിർദ്ദേശങ്ങൾ അതേപടി അംഗീകരിക്കാൻ അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകാൻ ബോർഡ് ഒരുക്കമല്ല. മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം, ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തന്ത്രിയുടെ വാക്കുകളാണ് ഏറ്റവും പ്രധാനം. തന്ത്രിയുടെ വാക്കുകൾ പ്രകാരമാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന നിലപാടാകും ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കുക.